നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷം അർജന്റീൻ താരങ്ങൾ നടത്തിയ സെലിബ്രേഷൻ വിവാദങ്ങളിലാണ് അവസാനിച്ചിട്ടുള്ളത്. എൻസോ ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുകയായിരുന്നു. പിന്നീട് തന്റെ തെറ്റ് മനസ്സിലാക്കിയ എൻസോ ഫെർണാണ്ടസ് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻസോയുടെ ചെൽസിയിലെ സഹതാരങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഏതായാലും എൻസോ വെക്കേഷൻ കഴിഞ്ഞ് ചെൽസിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആ ക്ലബിലെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. എൻസോയുടെ മടങ്ങി വരവ് ക്ലബിനകത്ത് ഒരുപക്ഷെ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നുള്ള കാര്യം ചെൽസിയിലെ തന്നെ അദ്ദേഹത്തിന്റെ സഹതാരമായ റീസ് ജെയിംസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും മുഖാമുഖം നേരിട്ട് സംസാരിച്ചാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമാവുകയെന്നും ജെയിംസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് ഒരുപക്ഷെ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പക്ഷെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചാൽ കാര്യങ്ങൾ പരിഹരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും ഈ സീസണിൽ ഞങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ്. ഫുട്ബോളിൽ റേസിസത്തിനോ അതല്ലെങ്കിൽ വിവേചനങ്ങൾക്കോ സ്ഥാനമില്ല. പക്ഷെ അദ്ദേഹം ഉടൻ തന്നെ തന്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ക്ലബും ഇക്കാര്യത്തിൽ വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച കാര്യം അത് തന്നെയാണ്. ഇതാണ് റീസ് ജെയിംസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എൻസോയുടെ മടങ്ങിവരവ് ചെൽസിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാവില്ല എന്നുള്ളത് അവരുടെ പരിശീലകനായ എൻസോ മരസ്ക തന്നെ വ്യക്തമാക്കിയിരുന്നു. എല്ലാ കാര്യത്തിലും താരവും ക്ലബും തമ്മിൽ സംസാരിച്ചുകൊണ്ട് വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട് എന്നും ഈ ഒരു പരിശീലകൻ കൂട്ടിച്ചേർത്തിരുന്നു. ഏതായാലും അധികം വൈകാതെ തന്നെ എൻസോ ഫെർണാണ്ടസ് ചെൽസിയോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.